Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت أن لا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മയെല്ലാം സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമികമായി നാം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഏത് ആരാധനാ കർമ്മം എടുത്തു നോക്കിയാലും അതെല്ലാം സംഘടിതമായി കൊണ്ടാണ് നാം നിർവഹിക്കുന്നത്. നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഉദ്റുകളില്ലെങ്കിൽ ജമാഅത്തായി സംഘമായി തന്നെ അവൻ ആ ആരാധന നിർവഹിക്കണം. നോമ്പ്, നിർബന്ധ നോമ്പ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മാസത്തിലോ സമയത്തോ ദിവസത്തോ അല്ല നിർവഹിക്കേണ്ടത്. ഒരു പ്രദേശത്ത് എന്നാണോ റമദാൻ 1 തുടങ്ങിയത്, ആ പ്രദേശത്തുള്ള എല്ലാവരും ഒന്നിച്ച് ആ ദിവസങ്ങളിലാണ് നോമ്പെടുക്കേണ്ടത്. സക്കാത്ത് നമുക്കറിയാം, അതിൻ്റെ ഏറ്റവും
നല്ല രൂപം എന്ന് പറയുന്നത് അത് സംഘടിതമായി നിർവഹിക്കലാണ്. എന്നാൽ ഈ പറയപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ സ്ഥലത്തിനും സാഹചര്യത്തിനും സമയത്തിനും അനുസരിച്ച് ലോകത്തെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ മനുഷ്യരും ഒരേ സമയത്ത് ഒന്നിച്ച് നിർവഹിക്കുന്ന മനുഷ്യരുടെ സംഘടിതമായ ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത് ഒന്നിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മം എന്ന് പറയുന്നത് വിശുദ്ധമായ ഹജ്ജു കർമ്മമാണ്. ആ ഹജ്ജു കർമ്മത്തെ ലക്ഷ്യമാക്കി ജനലക്ഷങ്ങൾ മക്കയിലേക്ക് ഒഴുകുകയും ഈ ദിവസങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമത്തിന് വിശുദ്ധ മണ്ണ് സാക്ഷിയായി കൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജു ലക്ഷ്യമാക്കി ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഹജ്ജു കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കും ആ ശ്രേഷ്ഠമായ കർമ്മത്തിൽ പങ്കെടുത്ത് ആ പുണ്യഭൂമിയിലെത്താൻ പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഹജ്ജിന്റെ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ ധാരാളം പാഠങ്ങൾ ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിലെ ചിലതു മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് തൗഹീദിന്റെ വലിയ പ്രഖ്യാപനമാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഹജ്ജിന് ആളുകളെ വിളിക്കാനുള്ള കൽപ്പനയുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഹജ്ജിന്റെ 27-ാമത്തെ ആയത്ത് നമ്മൾ മുമ്പ് ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. അതിന്റെ മുൻപുള്ള 26-ാമത്തെ ആയത്തിൽ ആ ഹജ്ജിന് അല്ലെങ്കിൽ വിശുദ്ധ കഅബാലയത്തിലേക്ക് ആരാധനകൾക്ക് കടന്നു വരുന്ന മനുഷ്യർക്ക് വേണ്ടി ആ ഭവനം തയ്യാറാക്കാനുള്ള കൽപ്പനയുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, വഇദ ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈആ വതുഹിർ ബൈതിയ ലിത്വായിഫീൻ വൽഖായിമീന വറുക്അഇസ് സുജൂദ്. വഇദ ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്, ആ വിശുദ്ധമായ ഭവനത്തിന്റെ സ്ഥലമൊരുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാ തുശ്രിക് ബി ശൈആ, താങ്കൾ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വതുഹിർ ബൈതിയ ലിത്വായിഫീൻ വൽഖായിമീന വറുക്അഇസ് സുജൂദ്, തവാഫിനു വേണ്ടി പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരുന്നവർക്കും നിന്നും കുനിഞ്ഞ് റുകൂഅ് ചെയ്തും സാഷ്ടാംഗം പ്രണമിച്ച് സുജൂദിൽ വീണും ആരാധന നിർവഹിക്കുന്നവർക്കും വേണ്ടി ആ ഭവനത്തെ താങ്കൾ ശുദ്ധിയാക്കുകയും ചെയ്യണം. തഫ്സീറുകളിൽ കാണാം എന്താണ് ആ ശുദ്ധീകരണം. അവിടെ ആരാധനകൾക്ക് വേണ്ടി വരുന്ന ആളുകൾക്കായി ആ ഭവനത്തെ എല്ലാവിധ ശിർക്കിൽ നിന്നും ശുദ്ധിയാക്കണം. തൗഹീദിന് വിരുദ്ധമായ ഒന്നുമില്ലാത്ത വിധം ഹജ്ജിനും ഇതര ആരാധനാ കർമ്മങ്ങൾക്കും വരുന്ന മനുഷ്യർക്ക് വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അപ്പൊ ആ തൗഹീദിന്റെ വിശുദ്ധിയിലാണ് വിശുദ്ധമായ ഹജ്ജു കർമ്മം അവിടെ നിർവഹിക്കപ്പെടുന്നത്. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, തൽബിയത്തിന്റെയും തക്ബീറിന്റെയും പ്രഖ്യാപനങ്ങളാണ് ഹജ്ജിൽ മുഴുവൻ നമ്മൾ ഉയർന്നു കേൾക്കുക. എന്താണ് സഹോദരങ്ങളെ തൽബിയത്തിൽ പ്രഖ്യാപിക്കുന്നത്? നമുക്കറിയാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പ്രശ്നം, നിനക്ക് ഒരു പങ്കുകാരുമില്ല, സർവസ്തുതികളും ആ റബ്ബിനർപ്പിച്ച് നീയാണ് സർവ്വതിന്റെയും അധികാരിയെന്നും നിനക്കൊരു പങ്കുകാരനുമില്ല എന്നുമുള്ള പ്രഖ്യാപനത്തിലൂടെയാണ് ഓരോ ഹാജിമാരും അവിടെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തൽബിയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കിന്റെ തൽബിയത്ത് കൂടി നമ്മൾ ചേർത്തു മനസ്സിലാക്കണം.
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, മുശ്രിക്കുകൾ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലി അവർ പറഞ്ഞു, ലബ്ബൈക ലാ ശരീക ലക്, പടച്ചോനെ നിനക്കൊരു പങ്കുകാരുമില്ല. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കേൾക്കുമ്പോൾ പ്രവാചകൻ പറയും, വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകല്ലേ, അടുത്ത വാക്ക് നിങ്ങൾ പറയരുത് എന്ന് പ്രവാചകൻ പറയും. ഫയഖൂലു, പക്ഷെ അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, പടച്ചോനെ നിനക്കൊരു പങ്കുകാരുമില്ല, ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളിക്കാകട്ടെ പ്രത്യേകിച്ച് കഴിവും കാര്യമൊന്നുമില്ല, ഒക്കെ നീ കൊടുക്കുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ ചേർത്തു പറഞ്ഞു. അത് ശിർക്കിന്റെ തൽബിയത്താൻ, ഒറ്റ പങ്കാളിയും നിനക്കില്ല റബ്ബേ എന്ന പ്രഖ്യാപനം, ആ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്ന് നമ്മളുടെ സമൂഹം പറയുന്നതും അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോ അവർ പറയാറുള്ളത് കൊടുത്ത കഴിവ് കൊണ്ട്, ഇവർക്കാർക്കും പ്രത്യേകിച്ച് കഴിവും കാര്യമൊന്നുമില്ല, കൊടുത്ത കഴിവ് കൊണ്ട് ഇവർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്ന, അതിന്റെ വിപരീതമായ പ്രഖ്യാപനമാണ് ഹജ്ജ് ലോകത്തോട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാഇന്റെ പ്രഖ്യാപനം ഹജ്ജിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, മനുഷ്യരെ നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കണ്ടു മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഒറ്റ വസ്ത്രമാണ്, ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം തുന്നിക്കൂട്ടിയ ഒരു വസ്ത്രം പോലും ഒരു പുരുഷൻ ധരിക്കൂല. എന്തേ ധരിക്കാത്തത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതുകൊണ്ട് മാത്രം. ചെരുപ്പ് ധരിക്കുന്നത് കാല് മുഴുവൻ മറയാത്ത ചെരുപ്പാണ് ധരിക്കുന്നത്. ഓരോ കർമ്മമെടുത്താലും റസൂൽ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നത് ഹജ്ജിൽ നമ്മൾ കാണാൻ. ഇത്തിബാഇന്റെ വലിയ പാഠം അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ ബുദ്ധിയേക്കാൾ സ്ഥാനം പ്രമാണങ്ങൾക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇസ്ലാമിലെ കർമ്മങ്ങൾ, ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് കർമ്മവും വലതിനെ മുന്തിച്ചാണ് ചെയ്യുക. തവാഫ് ചെയ്യുന്നത് ഇടത്തോട്ടാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്, അവിടെ കിടന്നുറങ്ങുകയാണ് വേണ്ടത്. ജംറയിൽ പോയി കല്ലെറിയാണ്. എന്താ ഇതിന്റെയൊക്കെ യുക്തി? അതിന്റെ പിന്നിൽ ഇസ്ലാമിന് യുക്തിയുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നാൽ എന്താ നമുക്ക് മനസ്സിലാകുക? ഒന്നും മനസ്സിലാകൂല. പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നു? പ്രമാണത്തിൽ അങ്ങനെയാണുള്ളത്. ഖുർആനും ഹദീസും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ഇസ്ലാമിൽ യുക്തിയേക്കാൾ ബുദ്ധിയേക്കാൾ പ്രാധാന്യം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കാണ് എന്ന പാഠങ്ങളുടെ പ്രഖ്യാപനം ഹജ്ജിൽ നമ്മൾ കാണാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൗ കാന ദീനു ബിർറഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാ. മതം യുക്തിക്കനുസരിച്ചായിരുന്നെങ്കിൽ കാലുറയുടെ ഷൂ ധരിച്ചാൽ അതിന്റെ മുകളിൽ നമുക്ക് ഉളു എടുക്കുമ്പോ തടവേണ്ടിയിരുന്നത് അടിഭാഗത്തായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുന്നത് മുകളിൽ തടവുന്നതാണ് ഞാൻ കണ്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് തൗഹീദിന്റെ, രണ്ട് ഇത്തിബാഉർ റസൂലിന്റെ, മൂന്ന് പ്രമാണങ്ങളാണ് ഇസ്ലാമിൽ വലുത് എന്നതിന്റെ പ്രഖ്യാപനം ഹജ്ജിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. നാലാമത്തെ പ്രഖ്യാപനം, സഹോദരങ്ങളെ, മനുഷ്യർക്കിടയിലുള്ള ഐക്യത്തിന്റെ വലിയ സന്ദേശമാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. വർഗവർണ്ണ രാഷ്ട്രഭാഷ വ്യത്യാസമില്ലാതെ ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിൽ പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, പ്രമാണിയുണ്ട്, ഭരണാധികാരിയുണ്ട്, പ്രജയുണ്ട്, എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ഹുജറാത്തിന്റെ 49-ലെ 13-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു പറഞ്ഞത്? മനുഷ്യരെങ്ങളൊക്കെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ സൃഷ്ടിച്ചത്. പിന്നെ ഗോത്രങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആക്കി നിങ്ങളെ മാറ്റിയത് പരസ്പരം തിരിച്ചറിയാനാ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പടച്ചോന്റെ അടുത്ത് നിങ്ങൾക്ക് സ്ഥാനമുള്ളത് ആർക്കാണോ തഖ്വയുള്ളത് ഓൽക്ക് മാത്രമാണ്. കളർ വ്യത്യാസമല്ല, രാഷ്ട്ര വ്യത്യാസമല്ല, ഭാഷ വ്യത്യാസമില്ല,
ഞാൻ ഒരു നാടിന്റെ ഭരണാധികാരിയാണ്, വ്യത്യാസമല്ല. ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ആളുകൾ നീങ്ങുന്നത് കാണുമ്പോ സഹോദരങ്ങളെ, മാനവിക ഐക്യത്തിന്റെ സൂറത്തുൽ ഹുജറാത്തിലെ ഈ പ്രഖ്യാപനത്തിന്റെ വലിയ ചിത്രം, ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ഐക്യത്തിന്റെ പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത്, ഹജ്ജ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മരണവും മരണാനന്തര ജീവിതമാണ്. ഇഹ്റാമിന്റെ ആ വെള്ളവസ്ത്രം കാണുമ്പോ കഫം പുടവയെ ഓർക്കാൻ കഴിയണം നമുക്ക്. മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോ മണ്ണിൽ കവിള് വെച്ച് കിടക്കുകയാണ്. വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് പച്ചമണ്ണിൽ നമ്മളും കവിള് വെച്ച് കിടക്കുന്ന ആ സമയത്ത് ഓർക്കാൻ നമുക്കാകണം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുമ്പോ ആലോചിച്ച് നോക്കാണ് ഈ സഹോദരങ്ങളെ, ആകെ ലോക ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനല്ലേ മക്കത്ത് സംഗമിക്കുന്നുള്ളൂ അറഫയില്. എന്നിട്ട് അവര് പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? ജനങ്ങൾ പുറപ്പെട്ടൊഴുകുന്നിടത്ത് നിന്ന് നിങ്ങൾ ഒഴുകുക. പുറപ്പെട്ട് നടക്കുക എന്നല്ല പടച്ചോൻ പറഞ്ഞത്, ഒരു ഒഴുക്കാണ് അല്ലെ. ഹജ്ജിന്റെ ചലനങ്ങൾ കാണുമ്പോൾ ഒഴുകുകയാണ്. എത്ര? ലോക ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം. ലോകത്തെ മുഴുവൻ മനുഷ്യരും സംഗമിച്ചാൽ ആദം നബി മുതൽ അന്തിമ മനുഷ്യൻ വരെ എല്ലാവരും സംഗമിക്കുന്ന മഹ്ശർ എന്തായിരിക്കും സഹോദരങ്ങളെ? ആ സംഗമ ഭൂമി, അതിന്റെ പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ചെറിയൊരു സംഘത്തിന്റെ സംഗമം ഇത്ര വലുതാണെങ്കിൽ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്നത്, ഇന്നലകളിൽ മറച്ചുവെച്ച എല്ലാ കാപട്യവും വെളിച്ചത്ത് വരുന്നത് എത്ര ലക്ഷം കോടി മനുഷ്യരുടെ മുന്നിലായിരിക്കും എന്ന് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം സഹോദരങ്ങളെ. ഹജ്ജിന്റെ ഈ സംഗമവും അതിലെ വേഷവും അതിന്റെ രാത്രിയിലെ കിടത്തവുമൊക്കെ ഇത്തരം ചില പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ആറാമത്തെ കാര്യം, ക്ഷമയെ പഠിപ്പിക്കുകയാണ് ഹജ്ജ്. ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ് മനുഷ്യനെ ഹജ്ജ്. നോക്കൂ നിങ്ങൾ, 3 തലത്തിൽ വിശ്വാസിക്ക് ക്ഷമ വേണം. നന്മ ചെയ്യണമെങ്കിൽ, തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ, പ്രതിസന്ധികളുടെ മുന്നിൽ ഈ 3 സന്ദർഭത്തിൽ ക്ഷമ വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റും? കാത്തുനിന്നും ക്ഷമിച്ചും അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് എത്ര ക്ഷമാപൂർവമാണ് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുക? ഒരു തിന്മ പടച്ചറപ്പ് അല്ലാത്ത ദിവസങ്ങളിൽ അനുവദിച്ചതാണെങ്കിൽ പോലും ഹജ്ജിന്റെ ഇഹ്റാമിന്റെ സമയത്ത്, ഇഹ്റാമിന്റെ വേഷത്തിൽ ഹജ്ജിൽ നിന്ന് വിടവാങ്ങുന്നത് വരെ, അല്ലാത്ത സമയത്ത് അനുവദിച്ചത് പോലും ഇണ കൂടെയുണ്ടെങ്കിൽ പോലും വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞതിനെ പാലിക്കുന്നവനെ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അരുതായ്മകളിൽ നിന്ന്, നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും, തിക്കുകൾ, തിരക്കും പ്രയാസങ്ങൾ ഉണ്ടാകും, അറിയാതെ കാല് ചവിട്ടും, വേദനകൾ ഉണ്ടാകും. ദേഷ്യപ്പെടാൻ പറ്റുമോ? ആരാ? ചിലര് ഭരണാധികാരികളാണ് ചില നാടിന്റെ, ചിലര് പ്രജകളാണ് ചില നാടിന്റെ, ചിലർ അറിയപ്പെട്ട ബിസിനസ്സുകാരാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷേ ഒരു കുറ്റപ്പെടുത്തലില്ലാതെ, ഒരു പ്രയാസപ്പെടുത്തലില്ലാതെ ക്ഷമിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഹജ്ജിന്റെ കർമ്മം. ഈ 6 പാഠം ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്ന പാഠാണ്. തൗഹീദിന്റെ പാഠത്തെ നെഞ്ചേറ്റണം. ഒരു ഏലസിന്റെ ചരടിന്റെ ബന്ധനം പോലും ഇല്ലാത്ത വിശുദ്ധ വിശ്വാസത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയണം. ഇത്തിബാഇന്റെ പാഠം പഠിപ്പിക്കുമ്പോ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും റസൂലിനെ ഇത്തിബാഉ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഹജ്ജിലെ കർമ്മങ്ങളുടെ യുക്തി നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല എങ്കിൽ, പ്രമാണം പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. യുക്തി തേടി പിറകെ പോവുകയല്ല വേണ്ടത്. മാനുഷിക ഐക്യത്തിന്റെ പ്രഖ്യാപനം ഹജ്ജ് നിർവഹിക്കുമ്പോ നമ്മുടെ കുടുംബത്തിലെങ്കിലും നമുക്ക് ഐക്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്രകാരം തന്നെ സഹോദരങ്ങളെ, മരണത്തെ, പരലോകത്തെ ഈ ഹജ്ജിന്റെ ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ വരാനുള്ള നമ്മളുടെ മഹ്ശറിനെ, നമ്മളുടെ ഖബറിനെ നമുക്ക് ഓർക്കാനാകണം. ക്ഷമയുടെ പാഠം പകരുമ്പോ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും ക്ഷമയുള്ളവരായി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പാഠങ്ങൾ നമ്മൾ നെഞ്ചേറ്റുക. നമ്മളുടെ പ്രാർത്ഥനയിൽ ആ സംഗമ ഭൂമിയിൽ, പുണ്യഭൂമിയിൽ, പരിശുദ്ധ മണ്ണിൽ ഒരിക്കലെങ്കിലും ചെന്നു ചേരാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാജിമാർ ഏറെ പുണ്യം വാരിക്കൂട്ടുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം വാങ്ങിയെടുക്കാവുന്ന ഒരു സൽക്കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് അറഫ നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ബഅദഹു വസ്സനതല്ലതി ഖബല. അറഫ ദിവസത്തെ നോമ്പ്, പടച്ചറപ്പിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കഴിഞ്ഞതും വരുന്നതുമായ ഓരോ വർഷങ്ങളിലെ നമ്മളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ, ചെറുപാപങ്ങളെ പുറത്തു കിട്ടാനുള്ള അവസരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെരുന്നാളിന്റെ തിരക്കും ചിന്തയൊക്കെ ആയിട്ട് അതൊരു സുന്നത്ത് നോമ്പല്ലേ, ഇപ്പൊ എടുത്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചു വെച്ചിട്ട് തെറ്റൊന്നുമില്ലല്ലോ എന്ന ചിന്തയല്ല. നമ്മളുടെ പാപങ്ങളും ദോഷങ്ങളും നമ്മളുടെ കുറവുകളും പോരായ്മകളും ഒക്കെ പുറത്തു കിട്ടാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ നോമ്പെടുക്കണം. ചിലപ്പോഴെങ്കിലും ആളുകൾക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാക്കാനും ചിലർ ബോധപൂർവം തെറ്റുധാരണ ഉണ്ടാക്കാനും പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് 2 ദിവസങ്ങൾ. ഇപ്പോ മക്കയിലെ അറഫയും നാട്ടിലെ അറഫയും വേറെ വേറെ ദിവസങ്ങൾ വരുമ്പോൾ എല്ലാ കാലത്തും ഒരു വസ്വാസ് ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങൾക്കും പ്രത്യേക പേരുകളുണ്ട്. ദുൽഹിജ്ജയുടെ 8 യൗമു തർവിയ ആണ്. ദുൽഹിജ്ജ 9 ആ ദിവസത്തിന്റെ പേര് യൗമു അറഫ എന്ന്. ദുൽഹിജ്ജ 10 യൗമു നഹ്റാൻ. 11, 12, 13 അയ്യാമു തശ്രീഖാൻ. ആ ദിവസങ്ങളുടെ പേരാണത്. ദുൽഹിജ്ജ 9 എന്നാണോ നമ്മുടെ നാട്ടിൽ, അന്നാണ് നമുക്ക് അറഫ. ഇനി നമ്മൾ വെറുതെ ചിന്തിക്കുക, മുൻകാലങ്ങളിൽ ഒരു സങ്കല്പം മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചതാണല്ലോ. ഒരു വർഷം മക്കയിൽ ഹജ്ജ് നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ നമുക്ക് അറഫയില്ലേ? ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് അറഫയാണ്, അത് യൗമു അറഫയാണ്. ആ ദിവസം എടുക്കുന്ന നോമ്പിന്റെ കൂലിയാണ് സിയാമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ദിവസം നമുക്ക് വരുന്നത് ഞായറാഴ്ച ദിവസമാണ്, മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അതത് നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കഴിഞ്ഞ കാലം മക്കത്തെന്ന മാസം കണ്ടത് എന്നറിയാൻ ഒരാളെയും റസൂൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ഈ സാമൂഹിക മാധ്യമങ്ങളും മീഡിയ സംവിധാനങ്ങളും വളർന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാനായത്. അതുകൊണ്ട് ദീന് സാമൂഹ്യ മാധ്യമങ്ങളുടെ വളർച്ചക്കനുസരിച്ച് മാറ്റം വരുന്ന ഒരു സാധനമല്ല ദീന് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയും നമ്മുടെ അറഫ അത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാണ്. അന്നത്തെ ദിവസം ആ നോമ്പെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം വലിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിച്ച എല്ലാ സുന്നത്തുകളും ബലിപെരുന്നാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ വ്യത്യാസം വരുന്നത് നമുക്കറിയാം. ഭക്ഷണം കഴിക്കാതെയാണ് ഈദ് മുസല്ലയിലേക്ക് നമ്മൾ പുറപ്പെടേണ്ടത്. ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം നമുക്കറിയാം, കാലാവസ്ഥ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം പള്ളിയിൽ നിർവഹിക്കാം എന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് രാവിലെ 7 മണിക്കാണ് നമ്മുടെ നമസ്കാരം. നമുക്കറിയാം, ഒരു 5:20 ഉള്ളിൽ സുബഹ് നമസ്കാരം കൂടി കഴിയുന്ന രൂപത്തിൽ നേരത്തെ സൂര്യോദയം ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 7 മണിയാകുമ്പോഴേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം ആ നമസ്കാരത്തിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ അപൂർവം ആളുകളെങ്കിലും, വലിയ ഒരു സംഘത്തിലേക്ക് എടുത്തു നോക്കിയാൽ ഒരു 0.5% എന്ന് പോലും നമുക്ക് പറയാനില്ലെങ്കിലും അപൂർവം ആളുകളെങ്കിലും
നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഖുതുബയൊന്നും കേൾക്കേണ്ടതില്ല എന്ന നിലക്ക് പിരിഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ദീനിന്റെ കാര്യങ്ങളിൽ ഒരു സജീവതയുണ്ടാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബലിയുടെ കാര്യത്തിൽ അത് നിയ്യത്താക്കിയ ആളുകൾ അതാരെങ്കിലുമൊക്കെ അർത്ഥോളും എന്നല്ല, നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും നമ്മൾ ഇബ്രാഹിം നബി മകനെ കൊണ്ടുപോയിടത്താണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ സാന്നിധ്യവും നമ്മളുടെ ഉരുവിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും ഉണ്ടാകണം. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ വർഷം അതിൽ പങ്കെടുക്കാൻ പടച്ചോന്റെ അടുത്ത് നമുക്ക് ഉദറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ കഴിയാതെ പോയ ആളുകളും ആ കർമ്മത്തിൽ പങ്കുചേർന്ന് പരസ്പരം സഹായിക്കണം. അതിന് നിയ്യത്താക്കിയ ആളുകൾ പേര് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബോടുകൂടി അത് അവസാനിക്കും. നമുക്കറിയാം, നമുക്ക് വേണ്ട ഉരുവിനെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തണേ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളതിനെ കണ്ടും അതിനെ വളർത്തിയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും അതിനെ വാങ്ങാൻ പോലും പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ വലിയ അലസതയാണ്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇന്നെങ്കിലും നിയ്യത്താക്കി പേര് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചറബ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു പ്രവർത്തകന്റെ അനുജൻ, നമ്മളൊരു വിദ്യാർത്ഥി പ്രവർത്തകന്റെ അനുജൻ കിഡ്നി സംബന്ധമായ ഒരു കുറച്ച് പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും വേഗത്തിൽ നീക്കിക്കൊടുത്ത് പരിപൂർണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കുവൈത്തിൽ ഒരു വലിയ ദുരന്തം, തീപിടുത്തമുണ്ടായതിൻ്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാവർക്കും വേഗത്തിലുള്ള പൂർണ്ണ ശമനം ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ കഴിയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ലക്ഷ്യം വെച്ച് പുണ്യഭൂമിയിലെത്തിയ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ആ കർമ്മം നിർവഹിച്ച് ആരോഗ്യത്തോടുകൂടി നമ്മളിലേക്ക് തിരിച്ചു വരാൻ പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശുദ്ധ മണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തി ഈ നന്മയിൽ പങ്കുചേരാൻ പടച്ചറബ് നമുക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും ഈ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, ഫലസ്തീനിലടക്കം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.